സർക്കാരിന്റെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സിലിണ്ടറിന് 29 രൂപ കൂട്ടിയതിനു പിറകെയാണ് ഒരു വർഷം ലഭിച്ചിരുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 9-ൽ നിന്ന് 4-ആയി കുറച്ചത്. തുടർച്ചയായുള്ള ഗാർഹിക സിലിണ്ടർ വില വർധനവിൽ നട്ടം തിരിയുകയാണ് ജനം. വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ കൊള്ള വർധന വരുത്തിയതിന് പിറകെയായിരുന്നു ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇങ്ങനെ പോയാൽ എങ്ങനെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആരും ചോദിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു തുടരുന്ന പാചകവാതക കലാപം. 2016 മേയിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ പ്രതിവർഷം 12 സിലിണ്ടറുകൾക്കാണ് സബ്സിഡി നൽകിയത്. കഴിഞ്ഞ വർഷം ഇത് 9 ഇപ്പോൾ വീണ്ടും 4-ആയി ചുരുക്കുകയുമായിരുന്നു. സാധാരണക്കാരുടെ ശരാശരി വാർഷിക ഉപയോഗം കണക്കിലെടുത്താണ് ഒരു വർഷം ലഭിച്ചിരുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 4-ആയി കുറച്ചതെന്നാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ മാൽഖനൂജ് അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചതാണ് ആഭ്യന്തര വിപണിയിലും പാചകവാതക വില വർദ്ധിക്കാൻ ഇടയാക്കിയത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഡൽഹിയിൽ മാത്രം സിലിണ്ടറിന് 89 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസത്തെ 29 രൂപ വർധനവിനു ശേഷം 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 942 രൂപയിൽ എത്തി നിൽക്കുന്നു. 3 മാസത്തിനിടെ ഇത് 2ാമത്തെ വർധനവാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കണക്കിലെടുത്ത മാർച്ച് 7-ന് സിലിണ്ടർ വില 60 രൂപ കൂട്ടിയിരുന്നു. ഇപ്പോഴത്തെ വർധനവിനു ശേഷവും ഓരോ സിലിണ്ടറിലും എണ്ണ കമ്പനികൾക്ക് 700 രൂപയോളം നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വെളിപ്പെടുത്തൽ. ആഗോള ഊർജ്ജ പ്രതിസന്ധിയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡമായ സൗദി CP നിരക്ക് പ്രതിസന്ധിക്ക് മുൻപ് ടണ്ണിന് $543 ആയിരുന്നത് മെയ് മാസത്തിൽ 46% വർദ്ധിച്ച് $775 എത്തിയതായി കേന്ദ്ര സർക്കാർ പറയുന്നു. ജൂണിൽ ഈ നിരക്ക് വീണ്ടും വർദ്ധിച്ച് $790 ഉയർന്നിട്ടുണ്ട്. ഊർജ്ജ മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ നിർണായകമായ ആഗോള LPG വില സൂചികയാണ് സൗദി CP. സൗദി അറേബ്യയുടെ ഔദ്യോഗിക എണ്ണ കമ്പനിയായ സൗദി അരാംകോ അന്താരാഷ്ട്ര വിപണിയിൽ LPG വില നിശ്ചയിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന മാനദണ്ഡമാണിത്. ഇന്ത്യ തങ്ങളുടെ ആകെ പാചകവാതക ആവശ്യത്തിന്റെ 50%-ലധികം ഇറക്കുമതി ചെയ്യുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. സൗദി CP നിരക്ക് ഉയരുമ്പോൾ ഇന്ത്യൻ എണ്ണ കമ്പനികളുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും ഇത് നമ്മുടെ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില കൂടാൻ കാരണമാകുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര വില സൂചിക പ്രകാരം ഒരു സിലിണ്ടർ വിതരണം ചെയ്യാൻ സർക്കാരിന് നിലവിൽ 1600 രൂപയിലധികം ചെലവുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. ഇതിലൂടെ ഒരു സിലിണ്ടറിന് ഏകദേശം 1000 രൂപയുടെ സാമ്പത്തിക സഹായമാണ് സർക്കാർ നൽകുന്നത്. ആഗോള വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പാചകവാതക വില ഇപ്പോഴും കുറവാണെന്നും മന്ത്രാലയം പറയുന്നു. അതേസമയം വിലവർധന സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കില്ലെന്നാണ് അധികൃതരുടെ വാദം. സിലിണ്ടറിന് 29 രൂപ വർദ്ധിച്ചത് ഒരു കുടുംബത്തിന് പ്രതിദിനം വെറും 1 രൂപയുടെ അധിക ബാധ്യത മാത്രമാണ് വരുത്തുകയെന്നും അത് നിസ്സാര വർധനവാണെന്നുമാണ് ന്യായം. പാചകവാതകത്തിന് പുറമെ പെട്രോൾ, ഡീസൽ, CNG എന്നിവയുടെ വിലയും കഴിഞ്ഞ മാസങ്ങളിൽ വർദ്ധിപ്പിച്ചിരുന്നു. എണ്ണ കമ്പനികൾ നേരിടുന്ന 600 മുതൽ 700 കോടി വരെയുള്ള നഷ്ടം നികത്തുന്നതിനാണ് ഇന്ധന വിലവർധനവിലേക്ക് കടക്കേണ്ടി വന്നതെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഉജ്ജ്വല ഗുണഭോക്താവിന് സിലിണ്ടറിന് 642 രൂപയും ഇതര ഉപഭോക്താക്കൾ 942 രൂപയുമാണ് നൽകേണ്ടി വരിക. ഫലത്തിൽ ഉജ്ജ്വല നിരക്ക് രാജ്യാന്തര വിലയേക്കാൾ 60%-ഓളവും സാധാരണ നിരക്ക് 45%-ഓളവും കുറവാണെന്നും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലെ LPG വിലകൾ താരതമ്യം ചെയ്തും കണക്കുകൾ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ LPG വില 1046 രൂപയും, നേപ്പാളിൽ 1207 രൂപയും, ബംഗ്ലാദേശിൽ ഏകദേശം 1225 രൂപയും, ശ്രീലങ്കയിൽ 1241 രൂപയുമാണ്. വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഇത് 1755 രൂപയും, ഓസ്ട്രേലിയയിൽ 1765 രൂപയും, കാനഡയിൽ 2411 രൂപയുമാണ്. ഇന്ത്യയിലെ LPG ഉപഭോഗത്തിന്റെ 54%-ഓളവും ഹോർമൂസ് വഴിയുള്ള ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ആഗോളതലത്തിൽ വിലവർധനവിലെ വലിയൊരു പങ്ക് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ തന്നെയാണ് വഹിച്ചതെന്നും കേന്ദ്രം വ്യക്തമാക്കി. 2021 മുതൽ 2026 വരെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 260 രൂപയുടെ വിലവർധനവ് പാചകവാതക വിലയിൽ ഉണ്ടായിട്ടുണ്ട്. 2021 തുടക്കത്തിൽ 694 രൂപയായിരുന്ന ഗാർഹിക സിലിണ്ടർ വില തുടർച്ചയായ വർധനവിലൂടെ ഒക്ടോബറോടെ 899.50 രൂപയിലെത്തി. 2022 റഷ്യ-യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയർന്നു. മാർച്ചിൽ വില 949.50 രൂപയായും
മെയ് മാസത്തിൽ 999.50 രൂപയായും ഉയർന്നു. ജൂലൈ മാസത്തോടെ ചരിത്രത്തിലാദ്യമായി വില 1000 കടന്ന് 1053 രൂപയായി. 2023 മാർച്ചിൽ സിലിണ്ടർ വില വീണ്ടും വർദ്ധിച്ച് 1103 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. അതേ വർഷം ഓഗസ്റ്റിൽ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സിലിണ്ടറിന് 200 രൂപ ഒറ്റയടിക്ക് കുറച്ചു. ഇതോടെ വില 903 രൂപയായി താഴ്ന്നു. 2024 മാർച്ചിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വീണ്ടും 100 രൂപ കുറച്ചതോടെ വില 803 രൂപയായി. ആ വർഷം മുഴുവൻ ഈ നിരക്കിൽ വലിയ മാറ്റമില്ലാതെ തുടർന്നു. 2025 ഏപ്രിലിൽ 50 രൂപ വർദ്ധിച്ച് വില 853 രൂപയായി. 2026 പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികളും കാരണം രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയും ഗ്യാസ് വിലയും കുതിച്ചുയർന്നു. മാർച്ചിൽ ഗാർഹിക സിലിണ്ടറിന് 60 രൂപ വർദ്ധിച്ച് വില 913 രൂപയായി. ഈ മാസത്തിന്റെ തുടക്കത്തിൽ വീണ്ടും 29 രൂപ വർദ്ധിച്ചതോടെ നിലവിൽ വില 942 രൂപയായി ഉയർന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ ഗാർഹിക പാചകവാതക വിലയിൽ 530 രൂപയുടെ വർധനവാണ് വരുത്തിയതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നു. LPG വിതരണ കേന്ദ്രങ്ങളിൽ എവിടെയും പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആണയിടുമ്പോഴും പാചകവാതകം ബുക്ക് ചെയ്യാൻ ജനം ദുരിതം അനുഭവിക്കുകയാണ്. നിലവിൽ ബുക്കിംഗുകളിൽ ഏകദേശം 99% ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. നഗരങ്ങളിൽ 35 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും കഴിഞ്ഞാൽ മാത്രമേ സിലിണ്ടർ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ കമ്പനികൾ പറയുന്ന സമയത്ത് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടുന്നില്ലെന്ന് പരാതി വ്യാപകമാണ്. എണ്ണവില വർധനവിന്റെ ദുരിതക്കയത്തിൽ ജനം കഷ്ടപ്പെടുമ്പോഴാണ് വാണിജ്യ സിലിണ്ടറുകളുടെയും ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെയും വില വീണ്ടും വർദ്ധിക്കുന്നത്. ഇതിനു പുറമെ സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതും സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമായി മാറി. വിലക്കയറ്റം സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ മാത്രമല്ല അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. എണ്ണവില വർധനവിന് ഇടയാക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം ഒഴിഞ്ഞാൽ ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടുകൂടി സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി എത്താം.